നമസ്കാരം. പരമ്പരാഗതമായ ഫോസിൽ ഇന്ധനം ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് നമ്മുടെ ലോകമെന്ന്. ഇന്നിപ്പോൾ നമുക്ക് ചുറ്റുമായി കാണുന്ന ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ അതിനൊരു ഉദാഹരണം കൂടിയാണ്. അതിലൊരു സ്ഥാനമുണ്ട് ഹൈഡ്രജനും. ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗതാഗതത്തിലേക്ക് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും നീങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഹൈഡ്രജൻ ഇന്ധനവുമായി ബന്ധപ്പെട്ട് ലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകുന്ന ചില പഠനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കുറഞ്ഞത് 200 വർഷത്തേക്കെങ്കിലും ലോകത്തിൻ്റെ ഇന്ധനക്ഷാമം പരിഹരിക്കാൻ ശേഷിയുള്ള 6.2 ട്രില്യൺ ടൺ ഹൈഡ്രജൻ ഗ്യാസ് ഭൂമിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നുവെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. സയൻസ് അഡ്വാൻസസ് ജേണലിൽ ഡിസംബർ 13 പ്രസിദ്ധീകരിച്ച മോഡൽ പ്രൊഡിക്ഷൻസ് ഓഫ് ഗ്ലോബൽ ജിയോളജിക് ഹൈഡ്രജൻ റിസോഴ്സ് എന്ന പഠനമാണ് മറഞ്ഞിരിക്കുന്ന ഭൂമിക്കടിയിലെ മഹാ ഇന്ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത്. ഭൂമിയുടെ അടിയിലുള്ള പാറകളിലും റിസർവോയറുകളിലുമായി ഏകദേശം 6.2 ട്രില്യൺ ഹൈഡ്രജനാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിരുന്ന ഹൈഡ്രജൻ ശേഖരത്തിൻ്റെ 26 മടങ്ങ് അധികമാണിത്. ഭാവിയുടെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറ്റവും അനുയോജ്യമായ ഇന്ധനം കൂടിയാണ് ഹൈഡ്രജൻ ഇന്ധനം. ലോകത്തെങ്ങും ഹൈഡ്രജൻ ഇന്ധനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അത്തരം പരീക്ഷണങ്ങൾക്ക് പ്രതീക്ഷകൾ നൽകുന്ന ഈ പഠന റിപ്പോർട്ടും പുറത്തു വന്നത്. ഭാവിയിൽ ചില സെക്ടറുകളുമായി ബന്ധപ്പെട്ട് ഇന്ധന ആവശ്യകതയുടെ 30% ഹൈഡ്രജനിലൂടെ നിറവേറ്റപ്പെടുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. ആഗോളതലത്തിൽ ഇന്ധന ഡിമാൻഡ് 2050 ഇപ്പോഴത്തേതിനേക്കാൾ 5 മടങ്ങിലധികമായി വർധനവ് വരുമെന്നും ഈ പഠനം പറയുന്നു. എന്നാൽ ആകെയുള്ള പ്രതിസന്ധി ഈ ഹൈഡ്രജൻ ഗ്യാസ് ശേഖരങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമാണ്. ഒരു ചെറിയ തന്മാത്രയായ ഹൈഡ്രജൻ വലിയ അളവിൽ ലഭ്യമാവില്ലെന്ന പരമ്പരാഗത വിശ്വാസത്തെ കൂടിയാണ് പുതിയ പഠനം വെല്ലുവിളിക്കുന്നത്. ഭൂമിക്കടിയിലെ വിടവുകളിലൂടെയും പാറകൾക്കിടയിലൂടെയും ഹൈഡ്രജൻ നഷ്ടപ്പെട്ടു പോകുന്നതുമായിരുന്നു കരുതപ്പെട്ടിരുന്നത്. എന്നാൽ സമീപകാലത്ത് അൽബേനിയ, പടിഞ്ഞാറൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ക്രോമിയം ഖനനവുമായി ബന്ധപ്പെട്ട് ഭൂമിക്കടിയിൽ വലിയ അളവിൽ ഹൈഡ്രജൻ ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഈ നിഗമനം തെറ്റാണെന്നും തെളിഞ്ഞു. ഹൈഡ്രജന്റെ ഏതു തരത്തിലുള്ള രൂപഭേദങ്ങളെ ശേഖരിച്ചു വെക്കാൻ സാധിക്കുമെന്നതും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതേസമയം ഹൈഡ്രജൻ വേർതിരിച്ചെടുത്ത് ചിലവ് കുറഞ്ഞ് ലഭ്യമാക്കുക എന്നതാണ് വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു കാര്യം. എന്നാൽ ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ പുരോഗമിക്കുന്ന പരീക്ഷണങ്ങൾ ഇതിനും പരിഹാരം കണ്ടെത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഭാവി ഇന്ധന ഉപയോഗത്തിൽ നാഴികക്കല്ലായേക്കാവുന്ന സൂചനകളാണ് പഠനം നൽകുന്നത്. കുറഞ്ഞത് 200 വർഷം ലോകത്തിന് ഉപയോഗിക്കാൻ തക്ക ഊർജ്ജം ഹൈഡ്രജൻ ഗ്യാസ് ശേഖരം കരുതി വെച്ചിരുന്നു. ഉയർന്നുവരുന്ന കാലാവസ്ഥാ ഭീഷണികൾ ഹരിത ഊർജ്ജ ബദൽ വികസിപ്പിക്കാൻ ലോകത്തെ അനുദിനം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബദലിനുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഹരിത ഊർജ്ജം ഹൈഡ്രജനുമാണ്. എങ്കിലും വാണിജ്യ അടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാക്കുന്ന ഒരു മികച്ച ഹൈഡ്രജൻ ഉൽപ്പാദന രീതി കണ്ടുപിടിക്കുക എന്നത് വെല്ലുവിളിയാണ്. പെട്രോളിയം ശുദ്ധീകരണ പ്രവർത്തനങ്ങളിലും വളം ഉൽപ്പന്നങ്ങളിൽ ഒരു ഘടകമായും ഹൈഡ്രജൻ നിലവിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. നമ്മുടെ രാജ്യവും ഹൈഡ്രജന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. രാജ്യത്ത് ആദ്യമായി ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ സർവീസ് ആരംഭിച്ച് ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ റെയിൽവേ. ഹരിയാനയിലെ ജിത് സോനിപത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാകും ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണോട്ടം നടത്തുക എന്നാണ് വിവരം. 8 കോച്ചുകളാവും ഈ ട്രെയിൻ ഉണ്ടാവുക. എന്നാൽ ഈ ട്രെയിൻ എന്നാണ് പാളത്തിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. 2638 പേരെ വഹിക്കാനുള്ള ശേഷി ട്രെയിനുണ്ടാകും. മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിലാകും ഈ ഹൈഡ്രജൻ ട്രെയിൻ സഞ്ചരിക്കുക. ഹ്രസ്വദൂര യാത്രകൾ ലക്ഷ്യമിട്ടാകും ട്രെയിൻ സർവീസ് നടത്തുക. റിസർച്ച്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് ട്രെയിനിൻ്റെ രൂപരേഖ വികസിപ്പിച്ചിരിക്കുന്നത്. വരും വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ തന്നെ അവസാനഘട്ട ട്രയൽ റൺ നടത്തുമെന്നും വൈകാതെ തന്നെ സർവീസ് ആരംഭിക്കുമെന്നുമാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത്. ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിൽ ഇറങ്ങുന്നതോടെ ഹൈഡ്രജൻ ഇന്ധനമാക്കി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയുടെ പേരും എഴുതി ചേർക്കപ്പെടുകയാണ്.